ഹായ്, ഇന്ന് ഞാനിവിടെ ഈസി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഡ്രാഗൺ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാമിൻ്റെ ബോൺലെസ് ചിക്കനാണ്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഞാനും 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ ഉപ്പ്, 1 സ്പൂണ് സോയാ സോസ്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മുട്ട, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി മിക്സ് ചെയ്ത ചിക്കനിലോട്ട് 2 ടേബിൾ സ്പൂണ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, അത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു കടായി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് ഓരോ പീസസ് ആയിട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 4-5 മിനിറ്റ് ഫ്രൈ ചെയ്താൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കിട്ടും. ഇതൊന്ന് നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡൻ കളറായ ശേഷം നമുക്കൊന്ന് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ട ഞാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് 3 കളറിൻ്റെ ക്യാപ്സിക്കാണ് എടുത്തത്, ഹാഫാണ് എടുത്തതെല്ലാം. അത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിൻ്റെ സവാള, അത് നീളത്തിൽ കട്ട് ചെയ്യുക. പിന്നെ 4 വറ്റൽമുളക്, 9 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ് കുറച്ച്, പിന്നെ സോസസ്, പിന്നെ 1/2 സ്പൂണ് പഞ്ചസാര. ഇതെല്ലാം റെഡിയായിട്ട് വെക്കാം അവിടെ. പിന്നെ ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം പീസാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയില്ലേ, അത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം. ഇത് നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് കഴിക്കുന്ന ടൈമിന്. ഇതൊന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 4 വറ്റൽമുളക് 2 പീസസ് ആയിട്ട് ഇട്ടതാണ്, അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിൻ്റെ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഇനി ഫ്ലെയിം കുറച്ചിട്ട് 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 2 സ്പൂണ് സോയ സോസ്, 2 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, ഇതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് 1/2 സ്പൂണ് പഞ്ചസാര ഇല്ലാതും ആഡ് ചെയ്യുക. പഞ്ചസാര അധികം ഇടാൻ പാടില്ല, എരിവും മധുരവും ബാലൻസ് ആയിട്ട് കിട്ടണേ. ഇനി ബാക്കി നമ്മൾ കട്ട് ചെയ്ത ക്യാപ്സിക്കില്ല, അത് ഇട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി ഒന്ന് 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം.
എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെള്ളം ഞാൻ ഒഴിച്ചത്. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക. 2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇങ്ങനെ നമ്മളെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റ് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് ലാസ്റ്റ് ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ഇടാം. അങ്ങനെ നമ്മൾ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.